ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. 2025 നവംബർ മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ആദ്യമായി ഗ്രഹനിലയിലേക്ക് കിടക്കാം. സൂര്യൻ നവംബർ മാസത്തിൽ തുലാം, വൃശ്ചികം എന്നീ രാശികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നവംബർ 16 വരെ തുലാം രാശിയിലും 17 മുതൽ 30 വരെ വൃശ്ചികൻ രാശിയിലുമായി നിൽക്കുന്നു. കുജൻ ഒക്ടോബർ 27 വൃശ്ചികത്തിലേക്ക് സഞ്ചരിച്ചു. ഡിസംബർ 6 വരെ അവിടെ സ്ഥിതി ചെയ്യും. ബുധൻ ഒക്ടോബർ 24 വൃശ്ചികത്തിലേക്ക് രാശി മാറി. വ്യാഴം ഒക്ടോബർ 18 കർക്കിടകത്തിലേക്ക് രാശി മാറി. ഡിസംബർ 5 തിരികെ മിഥുനത്തിലേക്ക് രാശിമാറ്റം നടത്തും. ശുക്രൻ നവംബർ 25 വരെ തുലാം രാശിയിലും ശേഷം വൃശ്ചികത്തിലും സ്ഥിതി ചെയ്യും. കേതു ചിങ്ങത്തിലും രാഹു കുംഭത്തിലുമായി സ്ഥിതി ചെയ്യുന്നു. മുകളിൽ പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ചാണ് ഞാൻ ഫലം പറയുന്നത്. ചിങ്ങൻ രാശിയുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. മകം, പൂര, ഉത്തരാകാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങൻ രാശി. സൂര്യൻ ചിങ്ങൻ രാശിയുടെ അധിപനാണ്. നവംബർ മാസത്തിൽ സൂര്യൻ ചിങ്ങൻ രാശിയുടെ 3, 4 എന്നീ ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 3-ാം ഭാവം സൂര്യന് അനുകൂല ഭാവമാണ്. പക്ഷേ നീചസ്ഥനായി നിൽക്കുന്ന സൂര്യൻ അനുകൂല ഫലങ്ങൾ കൂടുതലായി നൽകുകയില്ല. 4-ാം ഭാവവും സൂര്യന് പ്രതികൂല ഭാവമാണല്ലോ. അങ്ങനെ മാസം മുഴുവൻ സൂര്യൻ്റെ നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. പൊതുവെ ഒരു സുഖക്കുറവ് അനുഭവപ്പെടും. പണത്തിന് ബുദ്ധിമുട്ടുണ്ടാകാം. ബന്ധുക്കളിൽ നിന്ന് അകൽച്ചയും ശത്രുക്കളുടെ വർധനവും ഗ്രഹത്തിൽ കലഹവും ചെറിയ രോഗങ്ങളും ഈ സമയത്തുണ്ടാകാം. 10-ാം ഭാവാധിപനായ ശുക്രൻ 3, 4 എന്നീ ഭാവങ്ങളിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത്. നവംബർ 26 വരെ 3-ാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്ന സമയം തൊഴിൽ രംഗത്ത് പ്രവർത്തനങ്ങൾ മെച്ചപ്പെടും. കലാകാരന്മാർ, കാർട്ടൂണിസ്റ്റുകൾ, കോസ്മെറ്റിക് വസ്തുക്കൾ വിൽക്കുന്നവർ, വസ്ത്രവ്യാപാരം നടത്തുന്നവർ എന്നിവർക്ക് വളരെ അനുകൂല ഫലമായിരിക്കും ലഭിക്കുന്നത്. മാസത്തിൻ്റെ അവസാനമായിരിക്കും തൊഴിലിൽ നിന്നുള്ള ലാഭം കൂടുതലായി ലഭിക്കുന്നത്. നവംബർ 26 ശേഷമുള്ള 4 ദിവസം ധനലാഭം കൂടുതലായി ഉണ്ടാകും. സ്ത്രീകൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് പേരും പ്രശസ്തിയും വർദ്ധിക്കും. മുടങ്ങിക്കിടന്നിരുന്ന പല സ്ഥാപനങ്ങളും പ്രവർത്തനം ആരംഭിക്കും. 7-ാം ഭാവാധിപനായ ശനി അഷ്ടമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് വ്യാപാരത്തിൽ മാന്ദ്യം അനുഭവപ്പെടുത്തും. കേസുകളിൽ വിപരീത ഫലമുണ്ടാക്കും. പ്രവർത്തനങ്ങളിൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. ബിസിനസ് പങ്കാളികളെ ഈ സമയത്ത് വളരെ സൂക്ഷിക്കണം. എന്നാൽ അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനിയെ ഉച്ചനായ വ്യാഴം വീക്ഷിക്കുന്നു. ആയതിനാൽ പ്രവർത്തനങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകും. നഷ്ടം വന്ന സമ്പത്ത് തിരികെ ലഭിക്കുകയും ചെയ്യും. അങ്ങനെ ബിസിനസ് പുരോഗതിയിലേക്ക് പോകും. വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവർക്കും ഈ സമയം അനുകൂലമായിരിക്കും. പക്ഷെ പണം കൈകാര്യം ചെയ്യുന്നതിൽ എല്ലാവരും പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. 5-ാം ഭാവാധിപനായ വ്യാഴം 12-ാം ഭാവത്തിലാണ് ഒക്ടോബർ 18 മുതൽ സ്ഥിതി ചെയ്യുന്നത്. വിദേശ പഠനം, മോക്ഷം, ഹോസ്പിറ്റൽ ചെലവുകൾ എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ് 12-ാം ഭാവം. ഇവിടെ വിദേശ പഠനത്തിനാണ് അവസരമുണ്ടാകുന്നത്. വിദ്യാർത്ഥികൾക്ക് പഠനം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. പക്ഷേ പണച്ചെലവ് വർദ്ധിക്കും. വിദേശ പഠനത്തിന് അനുമതി ലഭിക്കും. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അനുഗ്രഹീതമായ സമയമാണ്. പക്ഷേ കഠിനാധ്വാനം കൂടി ചെയ്യണം. പ്രണയിക്കുന്നവർക്കും ദമ്പതികൾക്കും സമയം മധ്യമമായിരിക്കും. പങ്കാളികൾക്ക് ചിലപ്പോൾ അകന്ന് താമസിക്കുന്ന അവസ്ഥയുണ്ടാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് ഫലം ലഭിക്കാൻ താമസമുണ്ടാകും. വ്യാഴം 6-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇത് ഓഫീസ് കാര്യങ്ങളിൽ ഉത്തരവാദിത്വം കൂട്ടും. ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ അവസാനം നല്ല ഫലം ലഭിക്കും. 4-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന വ്യാഴം സുഖാവസ്ഥ വർദ്ധിപ്പിക്കുന്നു. വാഹനം, വീട്, ഭൂമി എന്നിവ കൈവശം വരാനുള്ള അവസരം കൂടിയാണ്. മാതാവിൻ്റെ ആരോഗ്യം വർദ്ധിക്കും. അകന്നിരുന്ന ബന്ധുക്കളുമായി അടുക്കാൻ കഴിയും. 8-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന വ്യാഴം അഷ്ടമശനിയുടെ ദോഷഫലങ്ങളെ കുറയ്ക്കുന്നു. 2-ഉം 11-ഉം ഭാവാധിപനായ ബുധൻ ഒക്ടോബർ 24 വൃശ്ചികത്തിലേക്ക് സഞ്ചരിച്ചു. ചിങ്ങൻ രാശിയുടെ 4-ാം ഭാവത്തിലേക്ക്. ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ മാതൃസുഖവും സമ്പത്തും കുടുംബസുഖവും നൽകുന്നു. ബാങ്ക് ബാലൻസ് വർദ്ധിക്കുകയും അഭീഷ്ടലാഭം ഉണ്ടാകുകയും ചെയ്യുന്നു. വിദ്യാർത്ഥികളുടെ പഠനത്തിന് അനുകൂല ഫലവും ബുധൻ നൽകും. കേതു ജന്മത്തിലും
രാഹു 7-ാം ഭാവത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവ ശാരീരികമായും മാനസികമായും വളരെ പ്രയാസങ്ങൾ ഉണ്ടാക്കും. കുടുംബസുഖം നഷ്ടപ്പെടുത്താൻ ശ്രമിക്കും. 2 ഗ്രഹങ്ങളുടെ സ്ഥിതിയും നഷ്ടങ്ങളെയും രോഗത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. പൊതുവെ കൂടുതൽ ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂല ഫലങ്ങളാണ് നൽകുന്നത്. എന്നാലും മറ്റുള്ള ഗ്രഹങ്ങളെ കൂടി പ്രീതിപ്പെടുത്തണം. അതിനുവേണ്ടി നവഗ്രഹ ക്ഷേത്ര ദർശനം തീർച്ചയായും നടത്തണം. ഗണപതി ഹോമവും ആയില്യപൂജയും ശാസ്താവിന് ശനിയാഴ്ച തോറും നീരാഞ്ജനവും നടത്തുക. രാശ്യാധിപനായ സൂര്യനെ പ്രീതിപ്പെടുത്താൻ ശിവക്ഷേത്ര ദർശനം നടത്തുകയും ശിവൻ്റെ കീർത്തനങ്ങൾ നിത്യവും ജപിക്കുകയും ചെയ്യുക. ദോഷങ്ങൾ അകന്നുപോകും. എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.